സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഇറപ്പേർ വിളിഞ്ചൊലി നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ മകൾ നഴ്സിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കുട്ടിക്ക് നല്ല ജോലി കൊടുത്തുകൊണ്ടും ആ കുടുംബത്തെ 5 സെൻറ്റിൽ ഒരു ചെറിയ വീടിൽ, തേക്കാത്ത വീടിൽ, പണി പൂർത്തിയാക്കാത്ത വീടിലാണ് ബിന്ദു കഴിഞ്ഞത്. ബിന്ദുവിൻ്റെ ചെറിയ കൂലിപ്പണിയായിരുന്നു ആ വീടിൻ്റെ വരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അത് ഞങ്ങൾ KPCCയും പ്രതിപക്ഷവും ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ചാണ്ടിയമ്മനെതിരെ കേസെടുക്കുന്ന സർക്കാരിൻ്റെ നടപടി തെറ്റാണ്. തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വാദിയെ പ്രതിയാക്കുന്ന നടപടിയെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുക തന്നെ ചെയ്യും. സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിൻ്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത്. സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്. നിയമപരമായും ധാർമ്മികമായും ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഈ കോളേജ് അധികാരികളും അതിന് ഉത്തരം പറയണം. മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായും നിയമപരമായും യാതൊരു അർഹതയുമില്ല. വലിയ കൃത്യവിലോപമാണ്, കുറ്റകരമായ അനാസ്ഥയാണ്. ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള അതിയായ വ്യഗ്രതയിലാണ് ഈ അബദ്ധം അവർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി വന്നിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്പോട്ടിലേക്ക് വരാനോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ല.